700 രൂപയാ? 200 200 700 ഇല്ല 200 200 100 രൂപ പോകണോ? ഒരാൾ കയറി പോയാൽ 100 രൂപ 150 പോകും. 4 ആൾ ഉണ്ട്. ഇവിടെ അത്ര ദൂരം ഇല്ലല്ലോ. അപ്പൊ 10 രൂപ ചേഞ്ച് ഉണ്ടാവോ? ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് പഴനി കാണാൻ വന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പഴനി വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫാമിലി ആയിട്ടാണ് വന്നത് അല്ലേപ്പാ? എല്ലാവരും ഉണ്ട്. ഞാനുണ്ട്, വൈഫുണ്ട്, കുഞ്ഞുണ്ട്, അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും കൂടിയാണ് വന്നത്. അതെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നത് ട്രെയിനിനല്ല, ഞങ്ങൾ വന്നത് ബസ്സിനാണ് വന്നത്. ഞങ്ങൾ പാലക്കാട് ജംഗ്ഷൻ എന്നാണ് അല്ലേ? പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് പഴനിക്ക് വന്നത്. ട്രെയിനൊന്നും കിട്ടിയില്ല, ട്രെയിനൊക്കെ ഫുള്ളായിരുന്നു, ടിക്കറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായ പ്ലാനാണ് അല്ലേ? അപ്പൊ ഞങ്ങൾ നേരെ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ പോയി, KSRTC ബസ് സ്റ്റാൻഡ്, അവിടുന്ന് ബസ് പിടിച്ച് ഡയറക്റ്റ് എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് അവിടുന്ന് ഉച്ചയ്ക്ക് 1:15 ഞങ്ങൾക്ക് ബസ് കിട്ടി, ഡയറക്റ്റ് ബസ് പഴനിക്കുള്ളത് അല്ലേ? അത് കാരണം ഒരു 3-3.5 മണിക്കൂർ പിടിച്ചു അല്ലേ? എന്നാലും ഇവിടെ എത്തി. ഞങ്ങളിതാ വരുന്നതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ തിരക്കിലായിരുന്നു എല്ലാവരും. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വന്ന് പഴനി വന്ന് നമ്മളെ പഴനി ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു. നോർമൽ റേറ്റ് ആണ് ഇല്ലപ്പാ? ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്, ശ്രീകൃഷ്ണ ഭവൻ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ്. ഇതവിടെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണിത്. ഇതാണ് കണ്ട, ഡബിൾ ബെഡ് 800 രൂപ, ട്രിപ്പിൾ ബെഡ് 1300, അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾക്ക് പഴനി നമ്മളെ കാണാൻ പറ്റും. ഇതാണ് കേട്ടോ മെയിൻ റോഡ്. ഇവിടെ മഞ്ഞ ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുതിരവണ്ടി ഒക്കെ ഉണ്ട്. ഇതാ പാറുണ്ട് അവിടെ. പിന്നെ ഇപ്പൊ സമയം എത്രയായി? 6:45. നമുക്ക് ഇന്ന് അവിടെ എന്തോ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലപ്പാ? എന്ത് പരിപാടിയാണ്? തേരോ? തങ്കത്തേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഒന്ന് പോയി നോക്കാം അല്ലേ? ഒന്ന് പോയി നോക്കാം. നമുക്ക് പറ്റുമെങ്കിൽ കാണാം. കുതിരവണ്ടിയൊക്കെ ഉണ്ട്, പക്ഷെ ഇതിപ്പോ വൈകുന്നേരം ആയതുകൊണ്ടാവും ചിലപ്പോ അത് ഓടാത്തത് അല്ലേ? നമുക്ക് നടന്നാലോ? ആളിനഞ്ഞിട്ടാവും. നമുക്കിന്ന് നടന്നാലോ? ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ബസ് സ്റ്റാൻഡ്. വാ. അണ്ണാ, റേറ്റ് എപ്പടി? റേറ്റ് എപ്പടി? எந்த ப்ராசஸ்? இது வந்து ரவுண்ட் அடிச்சு வரும். முத வந்து 50 சுத்து வரும். இப்ப அப்படி சுத்த முடியாது. ஃபுல் ரவுண்ட் அடிச்சு வந்து இவராக்கிடலாம். പിന്നെ പൈസ കൊടുത്താൽ മതി. ഹാഫ് റൗണ്ട് ഇருக்கு, ഫുൾ റൗണ്ട് ഇருக்கு. നിങ്ങൾക്ക് എന്താ ആവശ്യം? ആക്ച്വലി ഞങ്ങൾക്ക് അമ്പലത്തിൽ പോണോ, പഴനി അമ്പലത്തിൽ പോണോ? അപ്പോ ரவுண்ட் அடிச்சு கொண்டு போய் ஆக்கி தருவா இல்ல நேரிட்டு அம்பலத்துல நடந்து கொண்டு ஆகுவா? அப்படிதான். அப்ப எத்தனை ரேட் ஆகும்? சந்தோஷமா கொடுங்க. நம்ம அது ரேட் எப்படி போனோம்? 4 பேர் இருக்கு. 4 பேர் இருக்கு. 5 பேர் பாக்குற வண்டியில. மினிமம் 5 பேர் பாக்குற வண்டியில. ரேட் எப்படி? ரவுண்ட் அடிச்சு போலாமா? ரேட் ஆக்சுவலி அம்பலத்து போலாம். மினிமம் 200 ரூபாய். 700 ரூபாயா? 200 200 700 இல்ல 200. 200 100 രൂപ പോകണോ? ஒரு ஆள் கறி போயாலும் 100 ரூபாய் 150 போகும். 4 ஆள் உண்டு. ഇവിടെ അത്ര ദൂരം ഇല്ലല്ലോ. வாயில்லாத ஜீவன் செவந்து போய் நம்மளுக்கு தட்டிப்பான ஆள்காரே இல்ல. குதிரை வந்து ஜீவிக்கிறவர் நம்மள. ரேட் கம்மி பண்ணுவாங்க. வருஷமா குதிரை வந்து ஓடிட்டு இருக்கு. ரேட் கம்மி பண்ணுங்க. ஒரு 150. சந்தோஷமா கொடுக்குறோம் அவ்வளவுதான். 200 எடுத்துட்டா போயிடுச்சு. கருவேப்பிலை விக்குது 400 300 ரூபாய்க்கு. அப்பதான் ஜீவிக்கிறவர் நம்மள. அதே அவட போயிட்டு கண்ணம் மறையாது. எத்தனை கிலோமீட்டர் இருக்கும்? எவ்வளவு இருந்து அவட போறதுக்கா? 1.5 கிலோமீட்டர் போகணும். 1.5 കിലോമീറ്ററാ? അപ്പൊ അമ്പലം എത്ര മണി വരെ இருக்கும்? நைட்டு 9 வரைக்கும் உண்டு. இருக்கும். 9 வரைக்கும் உண்டு. நம்ம குதிரை வண்டி കേരളത്തിലെ ഒരുപാട് ഉണ്ട് കേട്ടോ. കേറുമോളെ. അമ്പലത്തിൽ പോണതിന് 200 രൂപയാണ് പറയുന്നത് 4 പേർക്ക്. കുഴപ്പമില്ല, നമ്മളൊരു എക്സ്പീരിയൻസ്. മോൾക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഫുൾ റൗണ്ട് എത്ര റേറ്റ്? ഫുൾ റൗണ്ട് എടുത്തിങ്ങനെ 500 രൂപ കൊടുക്കണം. റൗണ്ട് അടിച്ചു അമ്പലം നട ആക്കി തരാം. അമ്പലം നട ആക്കി തരാം. പിന്നെ പൈസ കൊടുത്താൽ മതി. 200 rupees അല്ല? 200 ഓൺലി അമ്പലം വരെ 200 രൂപ. 5 പേർക്ക് കയറാം. റൗണ്ട് അടിച്ച് പോകണമെങ്കിൽ 400 രൂപ കൊടുക്കുക. റൗണ്ട് അടിച്ച് ആക്കി തരാം. വേണ്ട, ജസ്റ്റ് അമ്പലം. അപ്പൊ ഞങ്ങള് പോണത് ഈ കുതിരവണ്ടിയിലാണ്. അപ്പോ ഞങ്ങള് പോവാണ്. ഓക്കെ. ഇതിലിങ്ങനെ കറക്റ്റ് ആയിട്ട് ബാലൻസ് സരിക്കാൻ വേണം കേട്ടോ. പറഞ്ഞ മനസ്സിലായില്ലേ?
அந்த இது மாதிரி எப்படி கயறும் இதெல்லாம் காலை வச்சு இப்படி எடுக்காம நேரிட்டு இருக்கணும் சரி ஒண்ணு பேடிக்கண்டா சரி இதெல்லாம் பிடிச்சு கண்டடா சரி காலை மேல வச்சோம் இல்ல கிளி இங்க திருங்களே இங்க வாங்க திருங்களே ஒரு எகிரு எகிருங்க ஒரு எகிரு கேருங்க அப்படிதான் வெரி குட் கேரு சட்டா அப்படி கேட்க கூடாது சட்டா கேருங்க கிறக்க கூடாது அப்படி கேருங்க அது மாதிரி கேருங்கன்னு பாருங்க காலை வச்சே கேருங்க இன்னும் பைப்ல பதுக்கி கேருங்க അങ്ങനെ ഞങ്ങള് പതുക്കെ പോകാം ഇതാ കുതിരവണ്ടിയിൽ കയറി ഞങ്ങൾ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ചേട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോണത്. അതെ അതെ ഓക്കെ, 40 കൊല്ലം കുതിരവണ്ടി പണി എല്ലാ സ്ഥലത്തെയും ആൾക്കാരും ഉണ്ട് നമുക്ക്. 40 വർഷം നാഹൂർന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരുപാടുണ്ട്. അപ്പൊ അതാണ് പഴനി അമ്പലം കാണുന്നത്. അപ്പൊ അങ്ങോട്ടാണ് ഞങ്ങൾ പോണത് അല്ലേ? പാറു എങ്ങനെയുണ്ട് കുതിരവണ്ടിയില്? അപ്പൊ പിന്നെ പഴനിയിൽ വന്നിട്ട് കുതിരവണ്ടിയിൽ പോയില്ല എന്നില്ല. ഓക്കെ, പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുതിരവണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കുതിരവണ്ടിയില്. ഓക്കെ, ഓക്കെ ഓക്കെ. அதான் ஆதியம்பலம் 3ஆம் படை வீடு கணேசாமி அவரை தொடுத்து முள்ள கேருங்க. நட ஒன்றும் அடிக்காது. 10 மணி வரைக்கும் நட இல்லை கேட்டா 9 10 மணி வரைக்கும் திரும்பி വരുമ്പോ പോവാം. சௌரியம் പറയുന്നത് இதுதான் പളനി മാർക്കറ്റാ? இன்னும் போகணும், இன்னுം കുറച്ച് ദൂരം പോകണം. ഓക്കെ, അപ്പൊ ഞങ്ങളൊരു മാർക്കറ്റിന്റെ അടുത്ത് എത്തി. മാർക്കറ്റ് അപ്പുറത്തിലേ ഉണ്ട്. അപ്പുറത്ത് മാർക്കറ്റ് അല്ലേ? ഇത് വന്ന് അമ്പലത്തേക്ക് പോണവരുടെ ഇങ്ങോട്ട് പോകും. അത് അമ്പലത്തേക്ക് പോണ ഓൺ ദ വേ റൂട്ടാണ്. മാർക്കറ്റ് അങ്ങോട്ട് പോകും. അപ്പോ ഇവിടെ കളിപ്പാട്ടങ്ങളും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും മറ്റേ ബാഗും ഇതൊക്കെ തന്നെയാണ് ഇവിടെ. ഈ കുതിരവണ്ടിയിലാണ് വന്നിട്ടോ. രാത്രി ആയത് കാരണേ വേറെ ഒന്നും എങ്ങോട്ടും പോകാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങള് വന്നത് ഈ കുതിരവണ്ടിയിലാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മോളു കുതിരവണ്ടി എക്സ്പീരിയൻസ്? അടിപൊളിയായില്ലേ? എന്റെ ബാഗ് അയ്യോ ഞാൻ മറന്നുപോയി. ഇപ്പൊ ഞങ്ങള് അമ്പലത്തിന്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ് ഇവിടെ. ഇവിടെ കുറെ കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇല്ലല്ലോ? ഇവിടെ കുറെ കടകളും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, ഇവിടെ ഡ്രസ്സ് അത് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ഇവിടെ പഴനി മാർക്കറ്റ് അല്ലേ എലിമോ? ഇവിടെയാണ് കുറേ സാധനങ്ങൾ. ഇപ്പം ഞങ്ങൾ നേരെ പോണത് പഴനി അമ്പലത്തേക്കാണ്. സ്റ്റെപ്പ് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഫ്രൂട്ട്സിൻ്റെ കടകളും ഒക്കെ കാണാൻ പറ്റും. ചെറിയ ചെറിയ തട്ടുകടകളും കണ്ടോ. ഇവിടെ നോക്കിയാൽ ലിമോ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ തട്ടുകട. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് തട്ടുകട, ദോശ, ഇതൊക്കെ. ഡിന്നറൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിച്ച് പോയാലും മതി. പിന്നെന്താ 9 മണി വരെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? കണ്ട 9 മണി വരെ ഉണ്ടെന്നാണ്. പിന്നെ ഇവിടെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടംമാതിരി ഇവിടെ ഉണ്ട്. നമ്മൾ ഈ കൽപ്പാത്തി ഒക്കെ പോവില്ലേ, അപ്പൊ അവിടുത്തെ കാണുന്ന മാതിരിയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേപ്പാ? എന്താ പേരക്ക. ഇതാണ് പഴനിയുടെ ഗേറ്റ് നമ്പർ 3 അല്ലേ? നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ക്യാമറ ഒന്നും അലൗഡ് അല്ല എന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ ഫോണും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് പോവാണ്. ഇതാ ഇവിടെയാണ് ഇതാ ഫോണുകൾ സൂക്ഷിച്ച് വെക്കുന്ന കേന്ദ്രം. ഇവിടെ വെച്ച് പോയാലോ? ഹലോ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇത് ഞങ്ങളുടെ 2ാമത്തെ ദിവസമാണ് പഴനിയില്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പഴനി മാർക്കറ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഞങ്ങൾ രാവിലെ നീച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഞങ്ങളുടെ റൂമിന്റെ താഴെ തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പഴനി മാർക്കറ്റിലേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഇന്നലെ രാവിലെ അല്ല, ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നപ്പോഴേ രാത്രി ഞങ്ങള് പഴനി മലയ്ക്ക് പോയില്ലേ, പഴനി ഭഗവാനെ കാണാൻ പോയി. കൊറേ നടന്നു. അവിടേക്ക് ഫോണൊന്നും അലൗഡ് അല്ല, അത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങളൊരു 6 മണിക്കാവും പോയിട്ടുണ്ടാവും അല്ലേ? 6 മണിക്ക് ഞങ്ങൾ അവിടെ കയറി.
പിന്നെ അവിടെ പോയിട്ട് 9:30-ക്കാണ് ക്ലോസിംഗ് ടൈം. 9:30-ക്കാണ് ക്ലോസിംഗ് ടൈം. ഈവനിങ്ങിലാണ് ഇവിടെ എത്തിയത്. അപ്പൊ ഞങ്ങള് 7 മണിയാകുമ്പോഴേക്ക് താഴെ എത്തി, നടന്ന് കയറി. പക്ഷെ ഇന്നിപ്പോ ഇവിടെ നിന്ന് നോക്കുമ്പോ അത്രയും ദൂരം, അത്രയും ഉയരത്തിന് നമ്മൾ കയറിയത് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. അതെ അതെ. ഇന്നലെ ടയേർഡായിരുന്നു, നല്ല കാലുവേദനയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അവിടെ എത്തി. പക്ഷെ ഇന്ന് ഇവിടെ നോക്കുമ്പോ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. ഇപ്പൊ നോക്കുമ്പോ നല്ല ഉയരത്തിലാണ് അത് കാണുന്നത്. കുറെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കേറാനുണ്ട് അവിടെ അല്ലേ? എല്ലാവരും നടന്നു കയറി. റോപ്പ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് രാവിലെ പോണെന്ന് വിചാരിച്ചതല്ലേ? പിന്നെ ഇന്നിപ്പോ സ്റ്റെപ്പ് കുറെ കേറാണ്ട് അല്ലേ? പിന്നെ റോപ്പില് കയറണമെങ്കിൽ 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പൊ അത് ടൈം വേസ്റ്റിംഗ് അല്ലേന്ന് വിചാരിച്ചിട്ട് ഇന്ന് പിന്നെ പോയില്ല. അപ്പൊ ഇന്നലത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റി. തിരക്കില്ല, അധികം തിരക്കുണ്ടായിരുന്നു. പകല് കാണുന്നതിനേക്കാളും നല്ല ഭംഗി പഴനി കാണാൻ രാത്രിയാണ്. ഈവനിങ് ടൈമിലാണ് കാണാൻ ഭംഗി. നല്ല എല്ലായിടത്തും ലൈറ്റ് ഉണ്ടാവുമ്പോ അത് മാത്രം നല്ല ഭംഗിയിൽ മലയുടെ മുകളിൽ നല്ല ലൈറ്റിൽ കാണുമ്പോ നല്ല കാഴ്ചയായിരുന്നു. അപ്പൊ ഞങ്ങളിപ്പോ രാവിലെ ജസ്റ്റ് ഒന്ന് മാർക്കറ്റിലേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കാണ്. കുട്ടികൾക്ക് 2-3 കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. നല്ല ക്രൗഡാണ് കേട്ടോ. ഇന്ന് സൺഡേയും കൂടി ആയത് കാരണം നല്ല ക്രൗഡാണ്. നമുക്ക് മാർക്കറ്റ് ഒന്ന് കാണാം അല്ലേ ലിമോ? മാർക്കറ്റിലേക്ക് ഒന്ന് അങ്ങോട്ട് പോവാം. ജസ്റ്റ് ചുമ്മാ പോയി നോക്കാം മാർക്കറ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞങ്ങള് പഴനിന്ന് ഇറങ്ങുമ്പോ ഒരുപാട് ടൈമായി. അതെ ടൈം ആയതിനു ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതെ. മാർക്കറ്റിലൊന്നും അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇന്നൊന്ന് പോയി പപ്പ ഇവിടെ ദാഹിച്ച് വെള്ളം കുടിച്ചു അല്ലേ? വെള്ളത്തിന്റെ ബോട്ടില് അല്ലേ? എന്തുപറ്റി ബോട്ടലിന്? 10 രൂപ. ചെറിയ ബോട്ടലല്ലേ? എന്താ ബോട്ടലിന് ടോപ്പ് ശരിയല്ലേ? ടോപ്പ് ശരിയല്ലേ? പഴനി മാർക്കറ്റ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇന്നലെ രാത്രി വന്നിരുന്നു. രാത്രിയൊക്കെ നല്ല ഇരുട്ടായത് കാരണം ശരിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ മോൾക്ക് എന്തെങ്കിലും വാങ്ങണം, മാല അങ്ങനെ എന്തെങ്കിലും വാങ്ങണം. നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും ഇങ്ങനത്തെ ഒരു ചുറ്റുവട്ടം ഉണ്ടാവല്ലോ, കളിപ്പാട്ടം, അത് ഇത് ചാന്ത് പൊട്ട് അങ്ങനെയൊക്കെ. ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു നമുക്കൊരു രസമാണ് കാണാൻ. പിന്നെ കുട്ടികൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള വളയും മാലയൊക്കെ വാങ്ങുമ്പോഴും നമുക്കൊരു സന്തോഷം. നീ നടന്ന് ക്ഷീണിച്ച? കുതിര വണ്ടിയുണ്ട് ഇവിടെ, ഇഷ്ടമാതിരി കുതിര വണ്ടികളുണ്ട്. അടിപൊളി. ഞങ്ങൾ ഇന്നലെ രാത്രി കുതിരവണ്ടിയിലൊക്കെ പോയി. ഇവിടെ ഞങ്ങള് പഴനിയുടെ അടുത്ത് വന്നപ്പോഴേക്കും നല്ല തിരക്കാണ്. ഇത് ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഇത്ര തിരക്ക്. അടിപൊളി തിരക്ക്. ഇന്നലെ രാത്രി വന്നപ്പോ ഇത്ര തിരക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. കാറും മറ്റേ ടെമ്പോയും ഒക്കെ വന്നിട്ടേ ബ്ലോക്കായി. നല്ല തിരക്കാണ്. ഇത്രയും തിരക്കിനിടയിൽ വണ്ടിയും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ ആൾക്കാർക്ക് നടക്കാൻ തീരെ സ്ഥലമില്ല. ഭയങ്കര തിരക്കാണ് ഇവിടെ മാർക്കറ്റ്. ഞങ്ങള് മോൾക്ക് ഒരു എന്താണ് പറയാ, മുല്ലപ്പൂവൊക്കെ വാങ്ങി. മുല്ലപ്പൂ ഇവിടുന്ന് വാങ്ങണമെന്ന്, അതെ, ലിമോ വാങ്ങി. എല്ലാ സ്ഥലത്തും പല പല റേറ്റ് ആണ് കേട്ടോ. ചില ആൾക്കാർ 100 രൂപ പറയും, ചില ആൾക്കാർ 50 രൂപ പറയും. അങ്ങനെ ഞങ്ങൾക്കൊരു ലാഭത്തിന് കിട്ടി, 30 രൂപയ്ക്ക് കിട്ടി. എന്തോ ഭാഗ്യത്തിന് കിട്ടി. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ 50 രൂപ 150 രൂപയ്ക്ക് എന്ന് പറയട്ടെ ഒരു മുളത്തിന്. എന്താ വാച്ച് ഇവിടില്ല? വാച്ച് വാങ്ങപ്പോ ലിമോ എന്താ വളയാ ഉണ്ടോ? വള ഉണ്ടോ? നല്ല ലൈറ്റ് ഇല്ലേ? നല്ല വാച്ച് കിട്ടിയാ? ഓപ്പൺ പണമോ? ഏത് ഏത്? ഇത് ഫ്ലാഷ് ലൈറ്റ് പണോ? ഈ ഫ്ലാഷ് ലൈറ്റ് இது வெளிச்சத்துல இருக்கும். நம்ம இருட்டுல போனா தானே அதுக்கு அதோட கெப்பாசிட்டி தெரியும். ടൈം വർക്കാ. അത് രാത്രി കാണത്തുള്ളൂ. എന്റെ അമ്മോ, ഇത്ര വലിയ ആന വാച്ച്.
പിങ്ക് തന്നെ കിട്ടിയില്ലേ? ഒന്നാ അപ്പുറത്താ പപ്പയ്ക്ക് കൊടുക്കാം അത്. എന്താ വാങ്ങി വളെ അവിടെ? എന്റെ അമ്മ, അടിപൊളി, സൂപ്പർ. വേറെന്താ വാങ്ങി? ഇങ്ങോട്ടേക്കാണ്, നോക്കട്ടെ. ഇത് എത്രാമത്തെ പ്രാവശ്യം ഇത് വാങ്ങണത് കുഞ്ഞാ? ഇതെന്താണെന്ന് തന്നെ പറയാ? റൂബിക്സ് ക്യൂബ്. ഇത് നമ്മുടെ വീട്ടിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? വലുതുണ്ടായിരുന്നു, ചെറുതുണ്ടായിരുന്നു അല്ലേ? അപ്പൊ 10 രൂപ ചേഞ്ച് ഉണ്ടാവോ? താങ്ക് യു. നോക്കട്ടെ. മുരുകനായി എന്റെ മുകളിലേ. മുരുകന്റെ കൂടെ ഒരു ഫോട്ടോ എനിക്ക്.